ഹലോ എവരിവൺ, ഗ്ലോറി ഫാം ഹൗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഒരു ഗാർഡൻ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഗാർഡൻ വീഡിയോ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ എന്ന് വെച്ചാൽ ഒരു അപ്ഡേറ്റ് വീഡിയോ ആണ്. നമ്മളാണെങ്കിൽ പോട്ടിലൊക്കെയുടെ സീഡ് ജെർമിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ നമ്മൾ ഒരു മാസത്തിന് മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ ധാരാളം എൻക്വയറി വന്നതെന്ന് വെച്ചാൽ അതിൻ്റെ സീഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റിൽ അത് കിളുത്ത് കിട്ടുമോ, അല്ലെങ്കിൽ അത് ജെർമിനേഷൻ ഉണ്ടാകുമോ, റേറ്റ് എങ്ങനെയാണ്, ജെർമിനേഷൻ റേറ്റ് എങ്ങനെയാണെന്നൊക്കെയുള്ള ധാരാളം സംശയങ്ങളും ധാരാളം ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ അതിനെല്ലാം നമ്മൾ കമൻറ്റിലൂടെ ഉത്തരം കൊടുക്കുകയും ചെയ്തതെന്നാണ്. ഇപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ആ സമയത്ത് പാകിയ പോട്ടിലൊക്കെയുടെ അല്ലെങ്കിൽ ടേബിൾ റോസിൻ്റെ തൈകളാണ്. ഇത് ഒരു മാസം പ്രായമുള്ളവയാണ്. ഇതിനാണെങ്കിൽ നമ്മൾ ഇട്ട സീഡിൽ 90% സീഡും നമുക്ക് ജെർമിനേറ്റ് ചെയ്ത് കിട്ടിയിരുന്നു. പക്ഷേ നമ്മുടെ സമയക്കുറവ് കൊണ്ടും നമുക്കതിനെ കെയർ ചെയ്യാൻ പറ്റാഞ്ഞത് കൊണ്ട് നമ്മുടെ സീഡ് ചെടികൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഇത്രയും ചെടികളാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു മാസത്തെ പ്രായമുണ്ട് ഈ ചെടികൾക്ക്. പക്ഷെ കണ്ടാൽ നിങ്ങൾ ഒരു മാസത്തെ പ്രായമുണ്ടെന്ന് ഒരു കാരണവശാലും ആരും പറയില്ല. പക്ഷേ ഇത് ഒരു മാസത്തെ പ്രായമുണ്ട്. അപ്പോൾ ഇതിലെല്ലാം ഒരുമാതിരി ചെടികളൊക്കെ തന്നെയും പൂവായതും ചെയ്തിട്ടുള്ള ഇതൊരു മഞ്ഞ ഹൈബ്രിഡായിട്ട് മൾട്ടിപെറ്റലായിട്ടുള്ള ഒരു മഞ്ഞ പൂവായിട്ടുള്ളതും, അതേപോലെ തന്നെ റെഡ്, അങ്ങനെ ഒരു 3-4 കളർ കോമ്പിനേഷനായിട്ട് ഇതിൻ്റെ അകത്ത് പുതിയ മുട്ടുകളൊക്കെ ആയിട്ടും വന്നിട്ടുണ്ട്. അപ്പം ഇതാണെങ്കിൽ സീഡ് ജെർമിനേറ്റ് ചെയ്ത് നമ്മുടെ കാലാവസ്ഥയിൽ നമുക്ക് ജെർമിനേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ നിന്നും നമ്മൾ ഡയറക്റ്റായിട്ട്, അതായത് സീഡ് വിൽക്കുന്ന ഒരു വെബ്സൈറ്റിൽ നിന്നും ഡയറക്റ്റായിട്ട് നമുക്ക് സീഡുകൾ പർച്ചേസ് ചെയ്തെടുക്കാവുന്നതാണ്. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള സെല്ലർ ആണെങ്കിൽ അതിൻ്റെ അകത്ത് തേർഡ് പാർട്ടി സെല്ലറാണ് സാധാരണ സീഡ് കൊടുക്കുന്നത്. അതായത് ആർക്ക് വേണമെങ്കിലും അതിൻ്റെ അകത്ത് സീഡ് വിൽക്കാം. അതിപ്പോൾ അത് ഗ്യാരണ്ടി ഉള്ളതോ അല്ലെങ്കിൽ അത് ജെർമിനേഷൻ റേറ്റ് കൺഫേം ചെയ്യുന്നതോ ആയിട്ടുള്ള സീഡുകൾ ആയിരിക്കണമെന്നില്ല അവിടെ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും വാങ്ങിക്കുന്ന സീഡുകൾ നമുക്ക് ജെർമിനേഷൻ റേറ്റ് കുറഞ്ഞു പോകുന്നതും അല്ലെങ്കിൽ ഒന്നും തന്നെ ക്ലിക്കാതിരിക്കുന്നതും ചെയ്യുന്നത് അതുകൊണ്ടാണ്. അതേസമയം നമ്മൾ സീഡുകൾ മാത്രം വിൽക്കുന്ന വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ, അതായത് സർട്ടിഫിക്കറ്റ് ഉള്ള അല്ലെങ്കിൽ ഗ്യാരണ്ടി ഉള്ള സൈറ്റുകളിൽ നിന്ന് നമ്മൾ സീഡിൻ്റെ വിത്തുകൾ വാങ്ങിക്കുവാണെങ്കിൽ അവർക്കാണെങ്കിൽ ഒരു കാരണവശാലും ഈ അഴുക്ക് സീഡ് അല്ലെങ്കിൽ പന്ന സീഡുകൾ വിൽക്കാനുള്ള പെർമിഷൻ ഇല്ല. എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവുകയോ ഏതെങ്കിലും ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കമ്പനിക്ക് തന്നെ പ്രശ്നമാകുന്നത് കൊണ്ട് അവർക്ക് നല്ല രീതിയിലുള്ള സീഡുകൾ, ജെർമിനേഷൻ റേറ്റ് കൂടുതലുള്ള അല്ലെങ്കിൽ നല്ല ബെറ്റർ ആയിട്ടുള്ള സീഡുകൾ മാത്രമേ അവർക്ക് സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സൈറ്റിനെയാണ് നമ്മൾ അങ്ങനെ ഒരു സൈറ്റിൽ നിന്നാണ് നമ്മൾ ഈ സീഡ് വാങ്ങിച്ചതും ജെർമിനേറ്റ് ചെയ്തതും. അപ്പോൾ ആ സൈറ്റിനെ കുറിച്ചുള്ള ഒരു റിവ്യൂ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ട്രസ്റ്റ് ബാസ്ക്കറ്റ് എന്നാണ് ആ സൈറ്റിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം. അതിൽ നിന്ന് തന്നെ വാങ്ങിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബയോകർവ് അങ്ങനെയുള്ള കുറേ സൈറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇനി വരുന്ന വീഡിയോകളിൽ ഓരോ സൈറ്റുകളൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ആ ട്രസ്റ്റ് ബാസ്ക്കറ്റ് എന്ന് പറയുന്ന സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചത് ഇതിൻ്റെ സീഡ്. അപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് മിക്സഡ് സീഡാണ്, അതായത് പല കളറിൻ്റെ മിക്സഡ് സീഡുകളാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നട്ടത് എങ്ങനെയാണ് അല്ലെങ്കിൽ പാകി കിളിപ്പിച്ച് എങ്ങനെയാണെന്നുള്ളത് ധാരാളം നിങ്ങൾ വീഡിയോകൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വീഡിയോയിലും ചെയ്തിട്ടുണ്ട്. ഒരു മാസത്തിന് മുമ്പ് നമ്മൾ ആ ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ ജെർമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ജെർമിനേറ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം, അതായത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് കൂടുതൽ സീഡുകളും നമുക്ക് ജെർമിനേറ്റ് ചെയ്ത് കിട്ടാതെ പോകുന്നത്. അപ്പം നമ്മൾ കാണിച്ചിരിക്കുന്ന രീതിയിൽ നമുക്ക് ജെർമിനേറ്റ് ചെയ്ത് വളരെ നല്ല റേറ്റിൽ, നല്ലൊരു 90% നമുക്ക് നല്ല രീതിയിൽ തന്നെ ജെർമിനേറ്റ് ചെയ്ത് സീഡുകൾ എടുക്കാൻ കഴിയുന്നതാണ് ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് ആ തൈകൾ. ഇതാണ് ഒരു മാസം പ്രായമുണ്ട്. ഇതെല്ലാം നമുക്ക് പൂക്കൾ തരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീഡ് ജെർമിനേറ്റ് ചെയ്തിട്ട് 4-5 ദിവസത്തിനുള്ളിൽ ഇതിനെ പൊടിക്കാൻ തുടങ്ങും. പൊടിക്കാൻ തുടങ്ങിയത് 15-20 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ വേര് പൊട്ടാത്ത രീതിയിൽ ഒരു ഈർക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റിക്കിൻ്റെ ഉപയോഗത്താൽ മണ്ണിൽ നിന്നും ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ബെഡിലേക്കോ അല്ല എങ്കിൽ നഴ്സറി കവറിലേക്കോ അല്ല നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന ചട്ടിയിലേക്കോ, ഹാങ്ങിങ് പോട്ടാണെങ്കിലും അല്ലാത്ത ചട്ടിയാണെങ്കിലും അതിലേക്കോ നമുക്ക് ഇതിനെ മണ്ണ് നിറച്ച് നടാവുന്നതാണ്. അപ്പോൾ ഇത് ഞാനാണെങ്കിൽ ആ 20 ദിവസം കഴിഞ്ഞിട്ട് ഇത് നട്ടില്ല, അതുകൊണ്ടാണ് ഇതിപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ചകിരിച്ചോറും ആട്ടുംപുഴുക്കയും അതേപോലെ തന്നെ മണലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മണലിൽ കിളിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ്
ഇതിന് നല്ല ഗ്രോത്ത് കാണിക്കുന്നത്, അതേപോലെ തന്നെ ജെർമിനേഷൻ റേറ്റും കാണിക്കുന്നത് അതുകൊണ്ടാണ് മണൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ പോർട്ടുലക്കയുടെ 2 വീഡിയോകൾ ഞങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒന്ന് സീഡ് ജെർമിനേറ്റ് ചെയ്യുന്നതും, ഒന്ന് അത് എങ്ങനെ കെയർ ചെയ്യാം, അതിൻ്റെ എന്തെങ്കിലും ഫംഗസോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ എന്ത് ചെയ്യണമെന്നൊക്കെയുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 2 വീഡിയോയുടെയും ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അതുകൂടി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നമുക്കെല്ലാവർക്കും തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ ജെർമിനേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സീഡാണ് പോർട്ടുലക്ക എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കളറിൽ നമുക്ക് മിക്സഡ് കളറായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇപ്പോൾ ഓൺലൈൻ ഗ്രൂപ്പുകളിൽ ഇപ്പോൾ നമുക്ക് പോർട്ടുലക്കയുടെ സ്റ്റം ഇതുപോലെ സെല്ല് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരും കൂടുതലായിട്ടും ഇതേപോലെ പുതിയ വെറൈറ്റി പ്ലാന്റ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ പുതിയ മാതൃ സസ്യം പേരൻറ്റ് സ്റ്റോക്ക് ഉണ്ടാക്കുന്നത് ഇതേപോലെ സീഡ് ജെർമിനേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എന്താണെങ്കിൽ 1 മാസത്തെ ഗ്യാപ്പിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെടി വളർത്തിയെടുക്കാൻ സാധിക്കും. ഇതിനൊരു വളങ്ങൾ ഇതുവരെ കൊടുത്തിട്ടില്ല, അതേപോലെ തന്നെ വേറെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. 1.5 വിട്ടുള്ള ദിവസങ്ങളിൽ മാത്രം വെള്ളം സ്പ്രേ ചെയ്ത് മാത്രമാണ് കൊടുക്കാറുള്ളത്. വേറെ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ ചെടി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ മോസ്ട്രോസ് അല്ലെങ്കിൽ പോർട്ടുലക്കയുടെയൊക്കെ സീഡ് ഇട്ട് കിളിപ്പിക്കുമ്പം അതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ സാവകാശമായിരിക്കും. മറ്റേ തണ്ട് കട്ട് ചെയ്ത് വയ്ക്കുന്നതിനെ പോലെ ആർത്ത് കിളിക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് ശിഖരം ഉണ്ടാകുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് വളർന്ന് കീറുകയോ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ ഇതേപോലെ വളരെ സ്ലോ ആയിട്ടായിരിക്കും ഇതിൻ്റെ ഗ്രോത്ത് കാണിക്കുന്നത്. പക്ഷേ ചെടി മെച്യൂർ ആകും, ചെടിക്ക് യാതൊരു പ്രശ്നം വരത്തില്ല. നമുക്ക് നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാം. നല്ല കളർ കോമ്പിനേഷനുകൾ ഇഷ്ടം പോലെ കിട്ടും. ഇതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത വെറൈറ്റികളൊക്കെയും തന്നെ നമുക്കിത് സീഡ് ഇട്ട് ജെർമിനേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ സാവകാശമായിരിക്കും എടുക്കുന്നതേ ഉള്ളൂ. കാരണം ഒരു തണ്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസത്തിനുള്ളിൽ നമുക്ക് അതിൽ പൂവ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ഇതേപോലെ സീഡ് ഇട്ട് കിളിപ്പിക്കുമ്പം നമുക്ക് 1 മാസത്തോളം എടുക്കും, അല്ലെങ്കിൽ 1 കൂടുതൽ എടുക്കും. ഇപ്പം എനിക്ക് 1 മാസം കൊണ്ട് ഫ്ലവർ കിട്ടിയെന്നും പറഞ്ഞ് നിങ്ങൾക്കും കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം ഞാൻ ഏകദേശ കണക്കിൽ ഒരു മാസത്തിനുള്ളിൽ ശേഷം, അതായത് 1.5 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഫ്ലവർ കിട്ടി തുടങ്ങുന്നതാണ്. അപ്പോൾ നമുക്ക് ഇല്ലാത്ത കളർ കോമ്പിനേഷനുകളെല്ലാം തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഇതിനെ സീഡ് ഉപയോഗിച്ച് പുതിയ തൈ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇതേപോലെ തന്നെ ഇതിൻ്റെ പേരൻറ്റ് സ്റ്റോക്ക് നമുക്ക് ഉണ്ടാക്കിക്കൊണ്ട് ഇതിൻ്റെ സ്റ്റം കട്ട് ചെയ്ത് നമുക്കാണെങ്കിൽ ഓൺലൈനായിട്ട് പല ഗ്രൂപ്പുകളിലും അല്ലെങ്കിൽ പലയിടത്ത് വഴിയും നമുക്ക് ഷെയർ ചെയ്ത് അല്ലെങ്കിൽ പ്രൈസിന് തന്നെ വിൽക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കളർ വെറൈറ്റി അനുസരിച്ച് പല റേറ്റുകളാണ് കാണിക്കുന്നത്. പല സെല്ലേഴ്സ് പല റേറ്റ് കാണിക്കുന്നുണ്ട്. ഓരോ വെറൈറ്റി അനുസരിച്ച് തായ്ലാൻഡ് വെറൈറ്റി ഒക്കെ ഉണ്ട്. അങ്ങനത്തെ ഓരോ വെറൈറ്റി അനുസരിച്ചിട്ട് റേറ്റ് മാറിയും കൂടിയും കുറഞ്ഞും ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മൂട് സെല്ല് ചെയ്യുന്നതിനെക്കാട്ടിലും, അതായത് ഒരു മണ്ണ് വെച്ചുകൊണ്ടുള്ളൊരു ചെടിച്ചോട് സെല്ല് ചെയ്യുന്നതിനെക്കാട്ടിലും അതിൻ്റെ സ്റ്റം സെല്ല് ചെയ്യുന്നത് നല്ല രീതിയിൽ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പം വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കും അതേപോലെ തന്നെ റിട്ടയർഡ് ആയിട്ടുള്ളവർക്കും ഒക്കെ മാനസിക ഉല്ലാസത്തിനോടൊപ്പം തന്നെ ഒരു സ്ഥിര വരുമാനത്തിന് അല്ലെങ്കിൽ ഒരു ചെറിയൊരു വരുമാനത്തിന് നമുക്കൊരു പോക്കറ്റ് മണിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ കുട്ടികൾക്കൊക്കെ തന്നെയും ഒരു പോക്കറ്റ് മണിക്ക് ആവശ്യമായ സമ്പാദ്യം നമുക്ക് ഇതിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്തരം ഗാർഡൻ സംബന്ധമായ കൃഷി സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണോട് പ്രസ് ചെയ്യുക. താങ്ക്